ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒക്ടോബർ ഫെസ്റ്റ് എന്ന മഹാമേള നടക്കുന്ന ഫെയർ ഗ്രൗണ്ടിലെത്തിയിരിക്കുകയാണ് ഞാൻ. ബവേറിയൻ പ്രദേശത്തിന്റെ ദേശീയ ആഘോഷമാണ് ഒക്ടോബർ ഫെസ്റ്റ്. 2019 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 6 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ മേള നടന്നത്. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നതാകട്ടെ ഒക്ടോബർ 5 വൈകുന്നേരമാണ്. 50 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വിസ്തൃതയുള്ള ഒരു മൈതാനത്ത് സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്നത് പോലെ നിരവധി ടെന്റുകൾ, ലഘുഭക്ഷണം ലഭിക്കുന്ന ചെറു കിയോസ്കുകൾ മുതൽ 5000-ഉം 10,000-ഉം ആളുകളെ ഉൾക്കൊള്ളുന്ന വമ്പൻ ടെന്റുകൾ വരെ ഫെയർ ഗ്രൗണ്ടിലുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭീമൻ ടെന്റാണ് അക്കാണുന്നത്. ചെറിയ ടെന്റുകളുമുണ്ട്. ഇതിനെല്ലാം പുറമെ എന്റർടൈൻമെന്റിനു വേണ്ടിയുള്ള നിരവധിയായ സാധ്യതകളാണ് ഇവിടെയുള്ളത്. വമ്പൻ യന്ത്രയൂഞ്ഞാൽ. ഈ കറങ്ങുന്ന ഓരോ ഊഞ്ഞാലിലും 2-4 ആളുകൾ ഇരിപ്പുണ്ട്. കാശ് കൊടുത്ത് നിലവിളിക്കാനായി ഊഞ്ഞാലിൽ കയറുന്ന അവരെ കണ്ടുകൊണ്ട് ഞാൻ താഴെ നിന്നു. ഇത്തരത്തിലുള്ള ധാരാളം റൈഡുകളുണ്ട് ഫെയർ ഗ്രൗണ്ടിൽ. ഏതാണ്ട് 40 നില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്കാണ് ഊഞ്ഞാലുകൾ കറങ്ങിത്തിരിഞ്ഞ് കയറിപ്പോകുന്നത്. ഈ ഭീമൻ സൂചിയുടെ രണ്ടറ്റത്തുമായി 40ഓളം പേർ ഇരിപ്പുണ്ട്. അതിൽ കയറി ഒരു കറക്കം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓരോരുത്തരുടെയും വയറ്റിലുള്ള ബിയർ അത്രയും ആവിയായി പോയി കഴിഞ്ഞിരിക്കും. ചെണ്ടുകൾക്കിടയിലൂടെ വീണ്ടും നടന്നു. വലതുവശത്ത് കാണുന്ന തരത്തിലുള്ള നിരവധി കൂടാരങ്ങളുണ്ട്. ബിയർ ടെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഓരോന്നിലും പ്രവേശിക്കാൻ നേരത്തെ ഇന്റർനെറ്റ് വഴി ബുക്ക് ചെയ്യണം. അതിന്റെ സ്ലിപ്പുമായി ചെന്നെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റിവിടൂ. 10,000 പേരെ വരെ ഉൾക്കൊള്ളാനാകുന്ന 2-3 നിലകളുള്ള ടെന്റുകളുണ്ട് ഇവിടെ. ഇക്കാണുന്നത് ഭക്ഷണ കൗണ്ടറുകളാണ്. ടെന്റിനകത്താണ് ബിയർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ യഥാർത്ഥ ആഘോഷങ്ങളും പാട്ടുമെല്ലാം ഉള്ളത്. അതിവിസ്തൃതമായ മൈതാനത്ത് പല സ്ട്രീറ്റുകൾ. അതിന്റെ ഇരുവശങ്ങളിലുമായാണ് ബിയർ ടെന്റുകൾ ഒരുക്കിയിരിക്കുന്നത്. മ്യൂണിക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മൈതാനം. ഈ ഫെയർ ഗ്രൗണ്ടിൽ ഏറ്റവും അധികം ആളുകൾ എത്തുക ഒക്ടോബർ ഫെസ്റ്റിന് തന്നെയാണ്. ഇവിടെ കുറച്ചുപേർ ഒരു കൗണ്ടറിന് മുന്നിൽ കൂടി നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം മത്സ്യവിഭവം ലഭിക്കുന്ന കൗണ്ടറാണ്. സ്റ്റെക്കൽ ഫിഷ് എന്നറിയപ്പെടുന്ന വിഭവം. ഇവിടെ ബിയർ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ഉത്സവനാളുകളിൽ മാത്രം ലഭിക്കുന്ന വിഭവമാണത്. കനൽ നിറഞ്ഞ പാത്തിയുടെ ഒരു ഭാഗത്ത് മത്സ്യം കുത്തിവെച്ചിരിക്കുന്നു. കോഡ് ഫിഷാണ് പ്രധാനമായും സ്റ്റെക്കൽ വിഭവം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഉപ്പ് തേക്കാതെ ഇളം വെയിലിൽ ഉണക്കിയെടുക്കുന്ന മത്സ്യമാണിത്. പ്രാദേശികമായി ലഭിക്കുന്ന ഏതു മത്സ്യം ഉപയോഗിച്ചും ബവേറിയക്കാർ സ്റ്റെക്കൽ ഫിഷ് ഉണ്ടാക്കും. ഉണക്കിയെടുത്ത മീൻ ഒലിവെണ്ണയും ഗാർലിക് പേസ്റ്റും ചില മസാലകളുമൊക്കെ തേച്ചാണ് കനലിൽ മുരിച്ചെടുക്കുന്നത്. ഇക്കാണുന്നതൊക്കെ വമ്പൻ ബ്രൂവറികളുടെ ബിയർ ടെന്റുകളാണ്. 2-3 നിലകളിലായി വമ്പൻ കെട്ടിടങ്ങൾ പോലെ പണിത് വെച്ചിരിക്കുകയാണ് അത്. 2 ആഴ്ചത്തെ ഫെസ്റ്റിവലിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ടെന്റുകൾ ഒരുക്കുന്നത്. ഫെസ്റ്റിവൽ കഴിയുന്നതോടെ ഇതൊക്കെ പൊളിച്ച് നീക്കുകയും ചെയ്യും. ചെറുതും വലുതുമായ 100 കണക്കിന് ടെന്റുകളുണ്ട് ഇവിടെ. ഫെയർ ഗ്രൗണ്ടിലൂടെ ജനം ഒഴുകുകയാണ്. 2019 65 ലക്ഷം ആളുകളാണ് മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റിൽ പങ്കെടുത്തത്. അതിൽ പകുതിയോളം വിദേശികളായിരുന്നു. അപ്പോൾ ഒക്ടോബർ ഫെസ്റ്റിൽ ഇവിടേക്കെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും അതിലൂടെ എത്തുന്ന വരുമാനവും എത്രയാണെന്ന് ചിന്തിക്കുക. ഫെയർ ഗ്രൗണ്ടിൽ ഒരു മഗ് ബിയറിന് 11 യൂറോയാണ് വില. ഈ വരുന്ന ആളുകൾ മിക്കവരും 5-6 മഗ് ബിയർ കഴിക്കുന്നവരാണ്. 11 യൂറോ എന്നാൽ നമ്മുടെ 900 രൂപയായി. അപ്പോൾ ഒരാൾ 4500 രൂപയ്ക്കെങ്കിലുമുള്ള ബിയർ ഇവിടെ നിന്നും കുടിക്കുന്നുണ്ട്. ഇവിടെ ബിയർ വിൽപ്പനയിലൂടെ വന്നു ചേരുന്ന തുക എത്രയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. അതുകൂടാതെയാണ് അമ്യൂസ്മെന്റ് സെന്ററുകളിൽ നിന്നും സുവനീർ ഷോപ്പുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നുമെല്ലാമുള്ള വരുമാനം. ലോകത്തെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റിവലാണ് മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റ്. 1810 ഒക്ടോബർ 12-നാണ് ഇവിടെ ഒക്ടോബർ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. ബവേറിയ ആഘോഷത്തിമിർപ്പിലാകുന്ന ദിനങ്ങളാണ് ഒക്ടോബർ ഫെസ്റ്റിന്റേത്.
ഈ ഫെയർ ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ ടെന്റുകളിൽ ഒന്നാണ് ഇക്കാണുന്നത്. ഹോഫ്ബ്രോ ഫെസ്ലെറ്റ് എന്ന ടെന്റ്. മ്യൂണിക്കിലെ ഏറ്റവും വലിയ ബിയർ കമ്പനിയായ ഹോഫ്ബ്രോയുടെ ടെന്റാണ്. വെറും 2 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രം പണിതിരിക്കുന്ന ടെന്റാണിത്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു പെർമനന്റ് കെട്ടിടമാണെന്ന് തോന്നും. ഇതിന്റെ മാതൃസ്ഥാപനമായ ഹോഫ്ബ്രോ ഹൗസിലാണ് മ്യൂണിക്കിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയത്. ടെന്റിനകത്ത് കയറാൻ കാത്തുനിൽക്കുന്ന ആളുകളാണിത്. അകത്ത് ഒരു സീറ്റ് ഒഴിവ് വന്നാൽ ഇടിച്ചു കയറാൻ നിൽക്കുന്നു. എനിക്കും ബിനുവിനും മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ഒന്നുമില്ല. ഏതെങ്കിലും ബിയർ ടെന്റിൽ ഇടിച്ചു കയറേണ്ടി വരും. ഞങ്ങൾ വീണ്ടും നടന്നു. ഫുഡ് കിയോസ്കുകൾ പലയിടത്തുമുണ്ട്. ടെന്റുകളിലൊന്നും സീറ്റ് കിട്ടാതെ വെറും നിലത്തിരിക്കുന്ന ആളുകൾ. ലഘുഭക്ഷണങ്ങളുടെ ഇത്തരം നിരവധി കിയോസ്കുകളുമുണ്ട്. നമ്മുടെ തട്ടുകടകൾ പോലെ താൽക്കാലികമായി ഒരുക്കുന്നതാണെങ്കിലും ഇവിടെ ഇതിനെല്ലാം പ്രൊഫഷണലിസമുണ്ട്. പടുത വലിച്ചുകെട്ടിയുണ്ടാക്കിയ സംവിധാനങ്ങളല്ല. യൂണിഫോം ധാരികളായ ജീവനക്കാർ. പലതരം വിഭവങ്ങൾ. മത്സ്യവിഭവങ്ങളും മാംസവിഭവങ്ങളും ധാരാളം. ചില പലഹാരങ്ങളും ഇവിടെ തത്സമയം ഉണ്ടാക്കിക്കൊടുക്കും. അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ് ആളുകൾ. ഇതാണ് ഇവിടുത്തെ വിഭവം. നമ്മുടെ ദോശ പോലെയൊരു സംഗതി. കല്ലിൽ ചുട്ട് അതിൽ ന്യൂട്ടെല്ല തേച്ച് മടക്കി കൊടുക്കുന്നു. രുചികരമായ വിഭവമാണ്. ദോശയ്ക്ക് മേൽ ന്യൂട്ടെല്ല പുരട്ടി അത് ഈ വിധം മടക്കി ചെറുതാക്കി ഒരു കടലാസിൽ വെച്ച് നൽകുന്നു. 100 കണക്കിന് കിയോസ്കുകൾ. എല്ലാം ഒരുക്കിയിരിക്കുന്നത് കലാപരമായിട്ടാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എല്ലാ വർഷവും വെറും 2 ആഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം. ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന കലാബോധത്തോടെ ഒരുക്കിയ ടെന്റുകളും കിയോസ്കുകളും. അകത്ത് സീറ്റ് കിട്ടാതെ വാതിൽക്കൽ ഇവിടെയും കുറെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. എന്തും വരട്ടെ, ഒന്ന് കയറി നോക്കാമെന്നാണ് തീരുമാനം. മലയാളിയുടെ ഏതെങ്കിലും ഒരു തന്ത്രം ബിനു പുറത്തെടുക്കുമെന്ന് എനിക്ക് തോന്നി. കാത്തുനിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ അല്പം ധൈര്യം സംഭരിച്ച് അകത്തേക്ക് നടന്നു. നേരെ ടെന്റിനകത്തേക്ക് കയറി ചെല്ലുകയും ചെയ്തു. ഇതാണ് ടെന്റിന്റെ ഉൾഭാഗം. 5000 പേരെങ്കിലുമുണ്ട് ടെന്റിന്റെ ഈ ഭാഗത്തു മാത്രം. 2 നിലകളുള്ള ടെന്റാണ്. അതിന്റെ താഴത്തെ നിലയാണിത്. ടെന്റിനകത്തെല്ലാം ആഘോഷമാണ്. കാലുകുത്താൻ ഇടമില്ല. മേശ കസേരകൾ എന്നത് വെറും സങ്കല്പം മാത്രം. അങ്ങേയറ്റത്ത് ഒരു സ്റ്റേജിൽ സംഗീത പരിപാടി നടക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് സദസ്സിൽ ആളുകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച കൊണ്ട് 65 ലക്ഷം ആളുകൾ വന്നു നിറയുന്ന ഫെസ്റ്റിവലാണല്ലോ. എല്ലാവരും ബിയർ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വിൽക്കുന്നവർ നിറച്ച മഗ്ഗുമായി ജനങ്ങൾക്കിടയിലൂടെ കടന്നുവരും. അവരിൽ നിന്ന് അപ്പോൾ തന്നെ ബിയർ വാങ്ങാം. 11 യൂറോ ഉടനെ തന്നെ എടുത്തു കൊടുക്കുകയും വേണം. ഓർഡർ നൽകി കാത്തിരിക്കുകയോ കൗണ്ടറിൽ ചെന്ന് വാങ്ങുകയോ വേണ്ട. ജനം നിറഞ്ഞൊഴുകുകയാണ്. മ്യൂണിക്കുകാരുടെ ഒരു കുംഭമേളയാണ് ഇതെന്ന് പറയാം. ഈ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് എങ്ങനെ ബിയർ കഴിക്കുന്നുവെന്ന് അത്ഭുതം തോന്നും. മേശ ലഭിച്ച ഭാഗ്യവാന്മാരുണ്ട് ഇവിടെ. ചിലർ മേശപ്പുറത്ത് കയറി നിന്നാണ് സ്റ്റേജിലെ പാട്ട് ആസ്വദിക്കുന്നത്. ബവേറിയയുടെ ട്രഡീഷണൽ വസ്ത്രമാണ് മിക്ക സ്ത്രീകളും ധരിച്ചിരിക്കുന്നത്. അവരെല്ലാം പാട്ടിനൊത്ത് നൃത്തം ചെയ്യുകയാണ്. ഈ നിൽക്കുന്നവർ ധരിച്ചിരിക്കുന്നതാണ് ബവേറിയയിലെ സ്ത്രീകളുടെ പാരമ്പര്യ വസ്ത്രം. ഓരോ ലിറ്റർ ബിയർ കൊള്ളുന്ന മഗ്ഗാണ് എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. അത് ഒഴിയുന്നതനുസരിച്ച് അടുത്തത് വാങ്ങിക്കൊണ്ടിരിക്കും. കമിതാക്കളും ദമ്പതിമാരും സുഹൃത്തുക്കളുമെല്ലാം ഓരോ മഗ് ബിയറുമായാണ് നിൽക്കുന്നത്. ബവേറിയയിലെ സുന്ദരികളും സുന്ദരന്മാരും. പല പുരുഷന്മാരും ബവേറിയൻ തൊപ്പിവെച്ചാണ് വരുന്നത്. ഇത്രയേറെ ആളുകൾ ബിയർ മാത്രം കഴിച്ചുകൊണ്ട് ഇവിടെയുണ്ടെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാകുന്നില്ല.
പോലീസുകാരെയും കാണാനില്ല. വമ്പൻ IT കമ്പനികളുടെ സിഇഒമാർ മുതൽ രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സാധാരണക്കാരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. അവരുടെ ദേശീയ ഉത്സവമാണിത്. നമ്മുടെ ഓണം പോലെ തന്നെ. നമ്മൾ ഓണപ്പായസം കുടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇവർ ബിയർ ഫെസ്റ്റിവലിൽ ബിയർ കുടിക്കുന്നത്. എത്ര കമ്പനികളുടെ എത്രയിനം ബിയർ കുടിക്കാനാവും എന്ന് പരീക്ഷിക്കുന്നവർ വരെ ഇതിലുണ്ടാകും. എല്ലാ കമ്പനികളുടെയും ബിയർ ഒന്ന് രുചിക്കും. എല്ലാവരും അതീവ സന്തോഷത്തിൽ. ട്രഡീഷണൽ ബവേറിയൻ വസ്ത്രധാരികളായ യുവതികൾ ഇവിടെയുമുണ്ട്. മുട്ടോളമെത്തുന്ന നീളൻ ഒറ്റയുടുപ്പ് ധരിച്ചവർ. 8-10 ബിയർ മഗ്ഗുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിൽപ്പനക്കാർ പോകുന്നുണ്ട്. മേശക്കരികിൽ ഇരിപ്പിടം കിട്ടിയവർ ഭാഗ്യവാന്മാർ. അവർ അവിടെ ബിയറടിച്ചും പ്രണയിച്ചും ചുംബിച്ചുമിരിക്കുന്നു. ഈ ബിയർ ടിന്നിൽ നിന്നും ബിയർ കുടിക്കൽ നടക്കില്ലെന്ന് മനസ്സിലായി. ഇരിപ്പിടം കിട്ടാത്തവർ ജനക്കൂട്ടത്തിനിടയിലൂടെ നടക്കുന്നു. ഞങ്ങൾ ആളുകൾക്കിടയിലൂടെ കുറെ ചുറ്റി നടന്നു. എല്ലാവരുടെയും അടുത്ത് ബിയർ എത്തിക്കാൻ കച്ചവടക്കാർക്ക് കഴിയുന്നു പോലുമില്ല. ഞങ്ങൾ പുറത്തിറങ്ങി. സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ നിൽക്കുന്ന പച്ചവസ്ത്രക്കാർ. അകത്ത് സീറ്റ് കിട്ടാത്തവർ ഇവിടെ ഇരിക്കുന്നു. അകത്തെ പാട്ടും ശബ്ദകോലാഹലങ്ങളുമൊന്നും ഇവിടെ ഇരുന്നാൽ ആസ്വദിക്കാനാവില്ല. ധാരാളം ആളുകൾ ഇവിടെയും ഇരിപ്പുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി നടക്കാമെന്ന് തീരുമാനിച്ചു. ബിയർ പകരുന്ന ഉൾച്ചൂടിലൂടെയാണ് ഇവരൊക്കെ ട്രഡീഷണൽ വസ്ത്രവും ധരിച്ചങ്ങനെ നടക്കുന്നത്. ഇത് മറ്റൊരു ടെന്റിന്റെ മുൻഭാഗമാണ്. അവിടെയും വലിയ ജനത്തിരക്ക് തന്നെ. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2 ആഴ്ചക്കാലം ബവേറിയക്കാർ ജീവിതം ആഘോഷമാക്കുകയാണ് ഒക്ടോബർ ഫെസ്റ്റിൽ. മ്യൂണിക്കിൽ നിന്നും പല നാടുകളിലേക്ക് ജോലിക്കും മറ്റുമായി പോയിരിക്കുന്നവർ ഒക്ടോബർ ഫെസ്റ്റിന്റെ നാളുകളിൽ ഇവിടേക്ക് വന്നു ചേരും. ഇപ്പോൾ ലോകം മുഴുവൻ പ്രശസ്തമാണ് ഒക്ടോബർ ഫെസ്റ്റ്. ഈ നാളുകളിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിമാന കമ്പനികൾ മ്യൂണിക്കിലേക്ക് പ്രത്യേക സർവീസ് നടത്താറുണ്ട്. 1910 ഇവിടെ ഒക്ടോബർ ഫെസ്റ്റിന്റെ 100ാം വാർഷികം ആഘോഷിച്ചിരുന്നു. അന്നാണ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഫെയർ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ ടെന്റുകൾ ഉയർന്നു തുടങ്ങിയത്. 1,20,000 ലിറ്റർ ബിയറാണ് അന്ന് ഫെയർ ഗ്രൗണ്ടിൽ ചെലവായത്. ലോകത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ച് ഏറ്റവും അധികം ബിയർ വിറ്റുപോയ ദിനമായിരുന്നു അത്. ഇക്കാണുന്നതെല്ലാം ഓരോ ടെന്റുകളാണ്. ടെന്റിന് മുന്നിലുള്ള ചെറുകടകൾ ലഘുഭക്ഷണവും കൗതുക വസ്തുക്കളുമൊക്കെ വിൽക്കുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫോക്ക് ഫെസ്റ്റിവലാണ് ഒക്ടോബർ ഫെസ്റ്റ്. ഈ ആഘോഷത്തിന് 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഞങ്ങൾ മറ്റൊരു ടെന്റിനടുത്തെത്തി. ഇവിടെ ഇരുന്ന് ഒരു മഗ് ബിയർ കുടിച്ചാലോ എന്നായി ആലോചന. ലോകത്തെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് ബിയർ കുടിച്ചില്ലെങ്കിൽ മോശമാണല്ലോ. ചിലർ മേശപ്പുറത്ത് കയറി നിന്ന് നൃത്തം ചെയ്യുന്നു. തുടരെ 8-10 മഗ് ബിയർ അകത്താക്കുന്ന വിരുദ്ധന്മാരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരും വലിയ സൗഹൃദത്തിലാണ്. ആരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നില്ല. ഏറ്റുമുട്ടലും വാക്കേറ്റവുമില്ല. ഞാനും ബിനുവും സീറ്റ് പിടിച്ചു. കസേരയിൽ ഇരുന്നാൽ മതി, ബിയർ നിറച്ച മഗ് എത്തിക്കൊള്ളും. മ്യൂണിക്കിൽ വാറ്റുന്ന ബിയർ. ഇത് ഞങ്ങൾ കുടിച്ചു തീർത്തേ പറ്റൂ. 2 മഗ് അവിടെ വെച്ച് ബാക്കിയുള്ളതുമെടുത്ത് ജീവനക്കാരൻ പോയി. അതും നുകർന്നുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ കാഴ്ചയിൽ ലയിച്ച് ഞങ്ങളിരുന്നു. ഇവിടെ ഏറ്റവും തിരക്കുണ്ടാവുക ടോയ്ലറ്റുകളിലാണെന്ന് എനിക്ക് തോന്നി. 1 മഗ് ബിയർ അടിക്കുക, നേരെ പോയി മൂത്രമൊഴിക്കുക, വീണ്ടും വന്നിരുന്ന്
അടുത്ത മഗ് ബിയർ അകത്താക്കുക. അതുതന്നെ പരിപാടി. 3-4 മഗ് ബിയർ അകത്തു ചെല്ലുമ്പോഴേക്കും ആളുകളുടെ ഉല്ലാസമൂട് ഒന്നുകൂടി വർദ്ധിക്കും. അപ്പോഴാണ് ഇങ്ങനെയുള്ള നൃത്തവും മേശമേൽ കയറലുമെല്ലാം നടക്കുക. മൂക്കറ്റം കുടിച്ച് വഴിയിൽ കിടക്കുന്നവരെയോ മറ്റുള്ളവരെ ആക്രമിക്കുന്നവരെയോ ബിയർ ഫെസ്റ്റിവലിൽ കാണാനാവില്ല. മസിൽ പിടിച്ചു നടക്കുന്ന സായിപ്പുമാർ ഒന്ന് റിലാക്സ്ഡ് ആകും. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച പെൺകുട്ടികൾ എവിടെയുമുണ്ട്. മഗ്ഗുകൾ കാലിയാക്കി ഞങ്ങൾ ആ ടെന്റിൽ നിന്നുമിറങ്ങി. തണുപ്പ് കൂടി വരുന്നു. നേരം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 1 മണി വരെയും നീളുന്നതാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. പ്രണയികൾ എവിടെയുമുണ്ട്. വലിയ സുരക്ഷയുടെ നടുവിലാണ് ഇപ്പോൾ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നത്. ആ സുരക്ഷാ വലയം നേരിൽ കാണുന്നില്ലെന്നേയുള്ളൂ. കനത്ത സുരക്ഷയൊരുക്കാൻ ഒരു കാരണമുണ്ട്. 1980-ൽ ഒക്ടോബർ ഫെസ്റ്റിനിടെ ഇവിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 13 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1972-ലെ മ്യൂണിക് സമ്മർ ഒളിമ്പിക്സിൽ പാലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലി കായിക താരങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം മ്യൂണിക്കിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. ഇങ്ങനെ ചില കാഴ്ചകളുമുണ്ട് ഇവിടെ. ബിയർ കുടിച്ച് വീണു പോകുന്നവരെ എടുത്തു മാറ്റുന്നത് ഇങ്ങനെയാണ്. എല്ലാം പ്രൊഫഷണൽ സിസ്റ്റം തന്നെ. ആംബുലൻസ് കാത്തുകിടക്കുന്നുണ്ടാവും. തള്ളിക്കൊണ്ടു പോകുന്നവരെ അതിലേക്കാണ് കയറ്റുക. ഞങ്ങൾ ഫെയർ ഗ്രൗണ്ടിൽ നിന്നുമിറങ്ങി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. എസ്കലേറ്റർ വഴി ഭൂഗർഭ സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ യന്ത്രപ്പടവുകളിൽ പ്രണയവും ലഹരിയും പൂത്തുലയുകയാണ്. കൂട്ടുകാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഭൂമിക്കടിയിലൂടെയാണ് ഇവിടുത്തെ മെട്രോ. ഞങ്ങൾ ചെന്നിറങ്ങിയതേ ഒരു ട്രെയിനെത്തി. നിറയെ ആളുകൾ. 10 മണി കഴിയുമ്പോഴേക്കും ഫെയർ ഗ്രൗണ്ടിൽ നിന്നുമുള്ള ആളുകളുടെ തിരിച്ചൊഴുക്ക് തുടങ്ങും. അല്പം മുൻപ് ഇങ്ങോട്ടായിരുന്നു ആളുകളുടെ ഒഴുക്കെങ്കിൽ ഇപ്പോൾ തിരിച്ചൊഴുകുന്ന നേരമാണ്. ഏതാനും സ്റ്റേഷനുകൾ കഴിയുന്നതുവരെ ഉണ്ടാകും ഈ തിരക്ക്. പല വംശീയ വിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാമുണ്ട് ട്രെയിനിൽ. ഇതിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുക എന്നത് അല്പം സാഹസികമായ പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് മ്യൂണിക്കിൽ നിന്നും വാങ്ങിയതാണ്. അതിട്ടിരിക്കാൻ നല്ല സുഖമുണ്ട്. സിറ്റിയുടെ ഒരതിർത്തിയിലുള്ള സ്റ്റേഷനിലാണ് എത്തേണ്ടത്. അവിടെയാണ് ബിനുവിന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതും. മ്യൂണിക് മെട്രോ പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെയാണ്. 103 കിലോമീറ്റർ നീളത്തിൽ പല ശാഖകളായി അതങ്ങനെ കിടക്കുകയാണ്. 1971-ൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ മെട്രോ. ഊബാൻ മ്യൂൺഷൻ എന്നാണ് പ്രാദേശികമായി ഈ മെട്രോ അറിയപ്പെടുന്നത്. മ്യൂണിക് നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്നത് മെട്രോയിലാണ്. പ്രതിദിനം 11 ലക്ഷം യാത്രക്കാർ മെട്രോയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഓരോ സ്റ്റേഷനുകൾ പിന്നിടുമ്പോഴും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇൻസ് ബ്രൂക്കർ റിംഗ് എന്ന സ്റ്റേഷനാണിത്. ബോഗിയിലെ ആളുകൾ നന്നേ കുറഞ്ഞിരിക്കുന്നു. അടുത്ത 1-2 സ്റ്റേഷനുകൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറങ്ങാം. 1905-ൽ തന്നെ ഭൂഗർഭത്തിലൂടെ ട്രെയിൻ സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങിയ നഗരമായിരുന്നു മ്യൂണിക്. ഞങ്ങൾക്കിറങ്ങാനുള്ള സ്റ്റേഷനിൽ വണ്ടിയെത്തി. ബോഗികൾ ഏതാണ്ടൊക്കെ ഒഴിഞ്ഞുകഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും ഞങ്ങൾക്ക് മുകളിലേക്ക് കയറണം. ഭൂഗർഭ സ്റ്റേഷനിലും നല്ല തണുപ്പുണ്ട്. ന്യൂപ്പർലാഷ് സെൻട്രം എന്ന സ്റ്റേഷനാണിത്. പല ട്രെയിനുകൾ ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണിത്. എസ്കലേറ്ററിലേറി ഭൂനിരപ്പിലേക്ക് പോവുകയാണ്. സ്റ്റേഷന് തന്നെ പല നിലകളുണ്ട്. അവിടെ നിന്നും പുറത്തിറങ്ങി. സ്റ്റേഷൻ പരിസരം ഏതാണ്ട് വിജനമായി കഴിഞ്ഞു. കടകളും റെസ്റ്റോറന്റുകളുമെല്ലാം അടച്ചു തുടങ്ങിയിരിക്കുന്നു. മ്യൂണിക് നഗരത്തിന്റെ ഒരതിരെന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാം. വലിയ റെസ്റ്റോറന്റുകളുണ്ട്.
അവിടെയെല്ലാം ആൾ ഒഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞെന്ന വിവരം ബിനുവിന് കിട്ടി. വണ്ടി സുരക്ഷിതമായി ഇവിടെ കിടപ്പുണ്ട്. പാതയോരത്താണെങ്കിലും ഇവിടെ പാർക്കിംഗ് സേഫാണ്. ഇവിടെ നിന്നും കുറച്ചു ദൂരം പോയാൽ മതി ബിനു താമസിക്കുന്ന വീടുള്ള പ്രദേശത്തേക്ക്. നഗരത്തോട് ഏറെ ചേർന്നു കിടക്കുന്നതും എന്നാൽ ഗ്രാമീണമായ സാഹചര്യമുള്ളതുമായ ഒരു പ്രദേശമാണത്. രാത്രിയായതിനാൽ പ്രദേശത്തിന്റെ ഭംഗിയൊന്നും കാണാനാവുന്നില്ല. ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു ഭാഗത്തുകൂടിയാണ് കാർ ഓടുന്നതെന്ന് മനസ്സിലായി. ബിനുവിന്റെ വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു.